ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയൽ ഫ്ലിക്സ് വോയിസ് ഓവേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ ഈരം എന്നൊരു ഹൊറർ മൂവിയാണ്. നല്ല മഴയുള്ളൊരു രാത്രി ബ്ലൂ സ്റ്റാർ എന്ന ഒരു അപ്പാർട്ട്മെന്റ് കാണിച്ചുകൊണ്ടാണ് മൂവി തുടങ്ങുന്നത്. പുറത്തുറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്ന സെക്യൂരിറ്റി പെട്ടെന്ന് ടെറസിൽ നിന്നും വെള്ളം വീഴുന്നത് കണ്ട് ബിൽഡിങ്ങിനകത്തേക്ക് കടക്കുന്നു. അവിടെ ഫ്ലോർ മുഴുവൻ വെള്ളം നിറഞ്ഞൊഴുകുമായിരുന്നു. സെക്യൂരിറ്റി ആവട്ടെ എന്താണെന്ന് അറിയാനായിട്ട് അവിടെയുള്ള ഓരോ കഥകളും തട്ടുന്നുണ്ട്. എന്നാൽ ആരും തന്നെ വാതിൽ തുറക്കുന്നില്ല. അടുത്ത സീനിൽ ആ സ്പോട്ടിലേക്ക് ആംബുലൻസും പോലീസുകാരും വരുന്നതാണ് കാണിക്കുന്നത്. അവിടേക്കാണ് നമ്മുടെ ഹീറോയും വരുന്നത്. പേര് വാസു. ആളും ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അന്നേരം അവിടുത്തെ ആ ബോഡി കണ്ട് അയാളൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു കാലത്ത് അയാൾ ഒരുപാട് പ്രണയിച്ചിരുന്ന രമ്യ എന്ന പെൺകുട്ടിയായിരുന്നു വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ബാറ്റബിലെ വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഹീറോയ്ക്ക് ആ ബോഡിയിൽ നിന്നും ഒരു പേപ്പർ കിട്ടുന്നത്. തൻ്റെ മരണത്തിന് കാരണം താൻ തന്നെയാണെന്ന് രമ്യ എഴുതിയ ആത്മഹത്യാക്കുറിപ്പായിരുന്നു അത്. അതുകൂടെ ആയതോടെ മറ്റു പോലീസുകാർ ഒരു കൺക്ലൂഷനിലെത്തുന്നു. തൻ്റെ അവിഹിതം ഭർത്താവ് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ മനോവിഷമത്തിൽ അവൾ ആത്മഹത്യ ചെയ്തെന്നും പറഞ്ഞ് ആ കേസ് എങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് അറിയാവുന്ന രമ്യ ഈ പറഞ്ഞതുപോലെയൊന്നും ആയിരുന്നില്ല. വളരെ പാവം ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൗട്ട് തോന്നിയ ഹീറോ കേസ് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അന്നേരം ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഫസ്റ്റ് ടൈം അവൻ രമ്യയെ കണ്ടതും സീനിയേഴ്സ് അവളെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അന്നേരം അവിടെ എത്തിയ ഹീറോയാണ് കറക്റ്റ് ടൈമിൽ ഒരു പരിചയക്കാരനായി നടിച്ച് അവളെ രക്ഷിക്കുന്നത്. വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഹീറോ രമ്യയെപ്പറ്റി അടുത്തുള്ള ഫ്ലാറ്റുകളിലൊക്കെ അന്വേഷിക്കുവാണ്. എന്നാൽ രമ്യയെപ്പറ്റി അവർക്കെല്ലാം വളരെ മോശമായ അഭിപ്രായമായിരുന്നു. അതേസമയം ഭർത്താവ് ബാല വളരെ നല്ലൊരു വ്യക്തിയാണെന്നും പറയുന്നുണ്ട്. അടുത്തതായി ആ അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി, ചുറ്റുമുള്ള കടക്കാര്, അതിനും പുറമെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയെ തന്നെ നമ്മുടെ ഹീറോ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ധാരണയിൽ വളരെ മോശമായൊരു സ്ത്രീയായിരുന്നു രമ്യ. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ഹീറോയും രമ്യയും പലതവണ കണ്ടുമുട്ടുന്നതും അവരെങ്ങനെ ഒരുപാട് പ്രേമിച്ച് നടക്കുന്നതും മനോഹരമായൊരു പാട്ടിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അവിടുന്ന് നേരെ സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രസന്റിൽ ഹീറോ രമ്യയുടെ ഭർത്താവ് ബാലയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. രമ്യയുടെ മരണത്തിന് കാരണം താനാണെന്ന് അവൻ പറയുന്നു. പുതിയ ബിസിനസ്സിൻ്റെ തിരക്കിനിടയിൽ ഭാര്യയെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടും ആ ഇൻറ്റിമസി നിലനിർത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയതെന്ന് അയാൾ വിഷമത്തോടെ പറയുവാണ്. അന്നേരം ബാലയുടെ അമ്മയ്ക്കും അച്ഛനും രമ്യയെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ബാലയോട് ഈ ഫ്ലാറ്റിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വരാറുണ്ടായിരുന്നോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അയാൾ തൻ്റെ വിക്കി എന്ന ഫ്രണ്ടിനെ പറ്റി പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഹീറോയും ബാലയും വിക്കിയെ മീറ്റ് ചെയ്യുവാണ്. എന്നാൽ വിക്കിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവൻ പറയുന്നത് രമ്യയെ വേറെ പല പയ്യന്മാരുടെയും കൂടെ ഐസ്ക്രീം പാർലറിലും തിയേറ്ററിലും അവൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇത് വിശ്വസിക്കാൻ ഹീറോയ്ക്ക് തോന്നുന്നില്ല. കാരണം ഹീറോ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വിക്കി ആവട്ടെ ചുറ്റുമുള്ള പെൺപിള്ളേരെയെല്ലാം കാര്യമായി വൃത്തികെട്ട രീതിയിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവനൊരു ഫ്ലേർട്ടാണെന്ന കാര്യം അന്നേരം ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്ത സീനിൽ രമ്യയുടെ നൈബറായിട്ടുള്ള കല്യാണി ആൻറ്റിയുടെ അപ്പാർട്ട്മെൻ്റാണ് കാണിക്കുന്നത്. പൈപ്പിൽ വെള്ളം വരാത്തതുകൊണ്ട് അസോസിയേഷനെ ചീത്തയും വിളിച്ച് മിക്സി ഒന്ന് പോയി ഓണാക്കി നോക്കുമ്പോൾ അതും വർക്കാകുന്നില്ല. പെട്ടെന്ന് ഹാളിലിരുന്ന് ഫോൺ റിങ് ആകുന്നു. അവള് വേഗം ചെന്ന് കോൾ അറ്റൻഡ് ചെയ്യുവാണ്. വിളിച്ചത് കൂട്ടുകാരിയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുക്കളയിൽ പൈപ്പിൽ നിന്നും വെള്ളം വരുന്നതാണ് കാണിക്കുന്നത്. അത് വാഷ് ബേസിനിലിരുന്ന സ്പൂണിൽ തട്ടി ഫ്ലോറിൽ അങ്ങനെ വീഴാൻ തുടങ്ങുന്നു. അടുക്കള മുഴുവൻ വെള്ളം നിറഞ്ഞൊഴുകാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് കറണ്ടും വരുന്നു. താഴെ ഇരുന്ന ഗ്രൈൻഡറിന്റെ സ്വിച്ചും ഓണാകുന്നുണ്ട്. താഴെ ഒഴുകിയ വെള്ളം അതിൻ്റെ പൊട്ടിയ വയറിലൂടെ ഒഴുകി നേരെ ചെന്ന് ആ സ്ത്രീയുടെ കാലിൽ മുട്ടുന്നതും ഷോക്കേറ്റവൾ തെറിച്ചു പോകുവാണ്. പെട്ടെന്ന് ടാപ്പിലെ വെള്ളം വരുന്നതും സ്റ്റോപ്പാകുന്നു. അടുത്ത സീനിൽ ക്രൈം സ്പോട്ടിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുവാണ്. ഇത്രയും വലിയ ഫ്ലാറ്റിലെ സെയിം ബ്ലോക്കിൽ 2 മരണങ്ങൾ ദുരൂഹമായ രീതിയിൽ, അതും അടുത്തടുത്ത് നടന്നത് ഹീറോയ്ക്ക് സംശയമുണ്ടാക്കുന്നുണ്ട്. സാധാരണ ഒരു വീട്ടിൽ 230 വോൾട്ട് കറണ്ട് പോകുന്നതിൽ നിന്നും വിപരീതമായി അന്നത്തെ ആ ദിവസം ആ വീട്ടിൽ 4500 വോൾട്ട് കറണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ അൺയൂഷ്വലായിട്ട് ഹീറോയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ രമ്യയുടെ അച്ഛനെ ചോദ്യം ചെയ്യാനായിട്ട് ബാസു പോകുന്നു. എന്നാൽ അച്ഛൻ അവന് ദേഷ്യപ്പെട്ട് പുറത്തു പോകാനായിട്ട് പറയുവാണ്. ഫ്ലാഷ് ബാക്കിൽ ഹീറോ രമ്യയുടെ വീട്ടിൽ അവളെ കല്യാണം ആലോചിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ഹീറോ പോലീസ് സെലക്ഷൻ കിട്ടിയ കാര്യം പറയുന്ന സമയത്ത് പോലീസുകാരന് തൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് അവൻ അവിടെ നാട്ടിൽ പുറത്താക്കുവാണ് ആ അച്ഛൻ ചെയ്യുന്നത്. അടുത്ത ദിവസം തന്നെ രമ്യ ഹീറോയെ കണ്ട് എല്ലാം മയത്തിൽ സംസാരിച്ച് കുറച്ചു കാലം കൂടെ കാത്തിരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒന്നും രണ്ടും പറഞ്ഞ് അവർക്കിടയിൽ വഴക്കാകുന്നു. വഴക്കിനിടയിൽ ഹീറോ ആവട്ടെ, നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഒരുത്തനെ മനസ്സിൽ വിചാരിച്ച് മറ്റൊരുത്തനെ കല്യാണം കഴിച്ച്
ജീവിക്കുമെന്ന് അറിയാതെ പറയുന്നുണ്ട്. എന്നാൽ ആ പറഞ്ഞത് അവളെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. ആ നിമിഷമാണ് അവർ പിരിയുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഹീറോ അവൾക്കായി കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ അവൾ അവനിൽ നിന്ന് ഏറെ അകന്ന് ഒഴിഞ്ഞു മാറിപ്പോകുവാണ്. പ്രസന്റിൽ കാണിക്കുമ്പോൾ ഹീറോയെ കാണാനായി രമ്യയുടെ അനിയത്തി ദിവ്യ വരുവാണ്. അന്ന് അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ മോശമായി പെരുമാറിയതിൽ ദിവ്യ സോറി ചോദിക്കുന്നു. ഹീറോ ആവട്ടെ തനിക്ക് രമ്യയുമായി ഉണ്ടായിരുന്ന റിലേഷൻ ബാലയ്ക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് അവൾ മറുപടി പറയുന്നു. അവരുടെ മാരീഡ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തൻ്റെ ചേച്ചി ബാലയ്ക്കൊപ്പം വളരെ ഹാപ്പി ആയിരുന്നെന്നും അവൾക്കായി എന്ത് ചെയ്യാനും ആള് റെഡി ആയിരുന്നെന്നും അനിയത്തി പറയുവാണ്. രമ്യയുടെ മരണം ഏറെ ബാധിച്ചതും ബാലയെയാണെന്നും പറയുന്നു. അടുത്ത സീനിൽ ബാല കൈമുറിച്ച് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയെന്ന ന്യൂസാണ് കേൾക്കുന്നത്. അവിടേക്ക് ഹീറോ പോകുന്നു. രമ്യയുടെ മരണത്തിൽ നിന്നും ഓവർകം ആവാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയ ഹീറോ ആകെ കൺഫ്യൂസ്ഡ് ആകുവാണ്. കാരണം മരിക്കാനായിട്ടുള്ള ഒരു കാരണവും രമ്യക്കില്ലായിരുന്നു എന്ന് അവന് തോന്നുന്നുണ്ട്. നല്ല ഭർത്താവ്, വീട്ടുകാര്, പാരൻസ് എല്ലാം. അടുത്ത സീനിൽ കാണിക്കുന്നത് രമ്യക്കെതിരെ മൊഴി കൊടുത്ത നൈബറായിട്ടുള്ള ത്യാഗരാജൻ അങ്കിളിനെയാണ്. അയാൾ അങ്ങനെ പുറത്ത് വാക്കിങ്ങിന് പോകുവാണ്. പെട്ടെന്ന് അവിടെ ആകെ കാറ്റ് ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങുന്നു. മരത്തിൽ നിന്നും കരിയിലകൾ ഭ്രാന്ത് പിടിച്ച പോലെ പറന്നു വരുവാണ്. അത് കണ്ട് അയാൾ കയ്യിലിരുന്ന കുട നിവർത്തുന്നു. പേടിച്ചു നിൽക്കുന്ന നേരം പെട്ടെന്ന് ആ കുട പറന്ന് അയാൾക്ക് മുൻപിൽ തന്നെ വന്ന് വീഴുവാണ്. ആ കുടയുടെ കൂർത്ത കമ്പികൾ അയാൾക്ക് നേരെ തിരിഞ്ഞ് അയാളുടെ കഴുത്തിൽ അങ്ങനെ കുത്തിക്കയറുന്നു. ആ ആഘാതത്തിൽ അയാൾ തൊട്ടടുത്തുള്ള ഡ്രൈനേജിലേക്ക് വീഴുവാണ്. ഒപ്പം കാർഡിയാക് അറസ്റ്റും വന്ന് ആ സ്പോട്ടിൽ തന്നെ അയാൾ മരണപ്പെടുന്നു. ഇത്രയും കൂടെ ആയപ്പോൾ ഇതിൽ നിന്നും ഹീറോ ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്. ഒരു കൊലപാതകി അവിടെ തന്നെയുണ്ട്. അയാൾ ഉപയോഗിക്കുന്ന ആയുധം അത് വെള്ളമാണ്. കാരണം എല്ലാ മരണത്തിലും വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ രമ്യയുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഒരു പയ്യൻ പോകുന്നത് കാണുന്നു. ആ ഫ്ലാറ്റിലെ പെൺകുട്ടിയുടെ ലവറാണത്. രമ്യ ചേച്ചി മരിച്ചതിൽ പിന്നെ ഇവിടെ നിറച്ച് പോലീസാണ്. അവർ കണ്ട പ്രശ്നമാണെന്നും പറഞ്ഞ് അവനോട് അവൾ പോകാൻ പറയുന്നുണ്ട്. എന്നാൽ ഒന്നും രണ്ടും പറഞ്ഞ് അവൻ അവളുമായി കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ട് ഇരിക്കുവാണ്. അത് അവൾ അറിയാതെ അവൻ ഫോണിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞവൻ പുറത്തു പോകുമ്പോൾ അവിടെ നിരീക്ഷിക്കാൻ നിന്നിരുന്ന പോലീസുകാരൻ അവനെ കാണുന്നുണ്ട്. അക്കാര്യം അപ്പോൾ തന്നെ ഹീറോയെ വിളിച്ച് പറയുന്നു. ഹീറോ ആവട്ടെ എത്രയും പെട്ടെന്ന് അവനെ ഫോളോ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് പോലീസുകാരന് കൊടുക്കുന്നത്. അയാൾ നേരെ ഫോളോ ചെയ്തെത്തുന്നത് ഒരു തിയേറ്ററിന് മുമ്പിലാണ്. അതേസമയം അവിടെ മറ്റൊരു പെണ്ണുമായി ആ പയ്യൻ ചുറ്റിക്കളിയിലായിരുന്നു. റെസ്റ്റ് റൂമിൽ പോയി വരാമെന്നും പറഞ്ഞ് അവൻ നേരെ ചെന്ന് അവിടുന്ന് മുഖം കഴുകുന്ന നേരം മിററിൽ നോക്കിയാൽ അവൻ്റെ മുഖം കാണുന്നില്ല. അവനാകെ പേടിച്ചു പോകുവാണ്. പെട്ടെന്ന് ചുറ്റുമുള്ള പൈപ്പുകളിലെല്ലാം ഒരേ സമയം വെള്ളം വരാൻ തുടങ്ങുന്നു. ആരും അവൻ്റെ കാല് പിടിച്ച് വലിച്ച് താഴെയിടുവാണ്. ആ വീഴ്ചയിൽ അവൻ്റെ തല പൊട്ടി ചോര വരുന്നു. അതേസമയം തന്നെ ആ സ്പോട്ടിലേക്ക് ഹീറോയും എത്തുന്നുണ്ട്. ഇതുവരെ നടന്ന എല്ലാ മരണങ്ങൾക്കും വെള്ളം റിലേറ്റഡ് ആയതുകൊണ്ട് അവൻ വേഗം ചെല്ലുന്നത് ടോയ്ലറ്റിലേക്കാണ്. ഹീറോ അവിടെ കണ്ട കാഴ്ച ആകെ ഞെട്ടിക്കുന്നതായിരുന്നു. ആ പയ്യൻ തൻ്റെ തല തന്നെ അവിടെയുള്ള മിററിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഹീറോ രക്ഷിക്കാനായി പോകുമ്പോൾ ഏതോ ഒരു ശക്തി അവൻ അവിടെ തടഞ്ഞു നിർത്തുവാണ്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ പയ്യൻ മരിച്ചു വീഴുവാണ് ഹീറോയുടെ മുമ്പിൽ. ഹീറോ അത് കണ്ട് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ തറയിലെ വെള്ളത്തിലൂടെ ആരോ നടന്നു പോകുന്നത് പോലെ കാൽപാദങ്ങൾ കാണുന്നു. അത് കണ്ട ഹീറോ അതിന് നേരെ വെടിയുതിർത്തെങ്കിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവിടെ വന്ന കൂട്ടുകാരൻ പോലീസ് ആവട്ടെ നീ ഇവിടെ ഉണ്ടായിട്ടും ആ കൊലപാതകം തടയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോയോട് ചൂടാകുന്നു. അന്നേരമാണ് ഹീറോ ഒരു കാര്യം പറയുന്നത്. നമ്മൾ തേടുന്ന ക്രിമിനൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. തീർച്ചയായും ഈ ചെയ്യുന്ന കൊലപാതകങ്ങൾ നിർത്താനും പോകുന്നില്ല. കാരണം അത് മരിച്ചുപോയ രമ്യയാണ് ചെയ്യുന്നതെന്ന്. എന്നാൽ കൂട്ടുകാരൻ പോലീസ് ഹീറോയോട് തർക്കിക്കുവാണ്. ഇപ്പോഴും അവളോടുള്ള പ്രേമം പോകാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഹീറോയോട് അയാൾ പറയുന്നു. കാരണം ആ പോലീസുകാരൻ്റെ കണ്ണിലും രമ്യ ഒരു ചീത്ത സ്ത്രീയായിരുന്നു. അപ്പോഴും ഹീറോ ഉറപ്പിച്ചു തന്നെ പറയുവാണ് രമ്യ ഒരിക്കലും ഒരു മോശം സ്ത്രീ അല്ലായിരുന്നു എന്നും ഇന്നും അതേ ഇഷ്ടവും വിശ്വാസവും തനിക്ക് അവളോട് ഉണ്ട് എന്നും. അന്നേരം തന്നെ പുറകിലെ ഗ്ലാസ്സിൽ നിൽക്കുന്ന വെള്ളത്തുള്ളികൾക്കിടയിൽ ഒരു പുഞ്ചിരിയോടെ രമ്യയുടെ രൂപം തെളിഞ്ഞു മാഞ്ഞു പോകുന്നത് ഒരു സെക്കൻഡിൽ നമുക്ക് കാണിച്ചു തരുന്നു. അടുത്ത സീനിൽ ഹീറോ ആ അപ്പാർട്ട്മെന്റിന്റെ സെക്യൂരിറ്റി തിരിച്ചു വന്നതറിഞ്ഞ് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനായി പോകുവാണ്. എന്നാൽ ഹീറോ എത്തുന്നതിന് മുൻപേ അയാൾ ദുരൂഹമായി മരണപ്പെട്ടിരുന്നു. അടുത്ത സീനിൽ ആ അപ്പാർട്ട്മെന്റിലെ എല്ലാവരും കൂടി പോലീസുമായി ചേർന്നൊരു മീറ്റിംഗ് നടക്കുവാണ്. വാസ്തു ശരിയല്ലെന്നും ഫ്ലാറ്റിൽ കൂടോത്രം വെച്ചതാണെന്നും തുടങ്ങി ആരോപണങ്ങൾ ഓരോന്നായി വരാൻ തുടങ്ങുന്നു. അതിന് മറുപടിയായി ഹീറോ അവർക്കൊപ്പം ആ ഫ്ലാറ്റിൽ താമസിക്കാനായി തീരുമാനിക്കുവാണ്. ഹീറോ അതിനിടയിൽ ആത്മാക്കളെ പറ്റിയെല്ലാം റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടറിനെയും മീറ്റ് ചെയ്യുന്നു.
മരിച്ചുപോയവർ തൻ്റെ കോപവും ആഗ്രഹങ്ങളും നിറവേറ്റാൻ ഏതെങ്കിലും മീഡിയം ഉപയോഗിക്കുമെന്ന് അയാൾ പറയുവാണ്. സോ വെള്ളവും അതുപോലൊരു മീഡിയം ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഹീറോ മനസ്സിലാക്കുന്നു. അടുത്ത സീനിൽ ഹീറോയെ കാണാനായി രമ്യയുടെ അനിയത്തി ദിവ്യ വന്നിരിക്കുവാണ്. എന്തുകൊണ്ട് മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചില്ല എന്ന് ഹീറോയോട് അവൾ ചോദിക്കുന്നു. രമ്യയെ എന്നാണോ മറക്കുന്നത് അതിനുശേഷമേ അതിനെപ്പറ്റി ആലോചിക്കൂ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നു. എന്നാൽ പെട്ടെന്ന് ആ അനിയത്തിയുടെ ഉള്ളിൽ നിന്നും രമ്യയുടെ ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. ദിവ്യ പൊസസ്ഡ് ആയിരുന്നു. അവളുടെ ശരീരത്തിൽ രമ്യയായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം അവൾ അവന്റെ കൈകൾ മുറുകെ പിടിക്കുന്നു. അന്നേരമാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹീറോയുമായി പിരിഞ്ഞ ആദ്യ നാളുകളിൽ രമ്യ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. അച്ഛന് വേണ്ടിയാണ് അവൾ പൂർണ്ണ സമ്മതത്തോടെ അച്ഛൻ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ അത് അവൾക്കും വളരെ നല്ലൊരു ലൈഫായിരുന്നു. അവളും വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാണിക്കുമ്പോൾ ബാല തൻ്റെ ഫ്രണ്ട് വിക്കിയോട് ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ആക്കാമെന്നൊക്കെ പറയുവാണ്. പുതിയ കാറ് ഡിസൈനൊക്കെ മാറ്റി സെയിൽ ചെയ്യുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ലൈഫിൽ സെക്കൻഡ് ഹാൻഡായി ഒന്നും ഇഷ്ടമല്ലെന്ന് ബാല അന്നേരം പറയുവാണ്. അപ്പോഴാണ് പുറത്ത് രണ്ടുപേരും അവരുടെ ഒരു പഴയ ഫ്രണ്ടിനെ കാണുന്നത്. അവളാവട്ടെ കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവിനെ ചീറ്റ് ചെയ്തിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ കറങ്ങുന്നതാണെന്ന് അന്നേരമാണ് ബാല അറിയുന്നത്. ബാലയ്ക്കത് ഇഷ്ടമാകുന്നില്ല. വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ, വീട്ടിലിരിക്കുന്നവരും ഇങ്ങനെ തന്നെ ആവുമെന്ന് പറഞ്ഞ് വിക്കി ബാലയെ എരികേറ്റുവാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ബാല തിരികെ വീട്ടിലെത്തുന്നു. അവൾ രമ്യയോട് നൈസായി പണ്ട് താൻ പ്രേമിച്ചിരുന്ന പെണ്ണിനെ ഇന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടെന്ന് കള്ളം പറയുവാണ്. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ആ പ്രണയം വർക്കൗട്ട് ആവാതിരുന്നത്. ഇത് നിന്നോട് പറയാതിരുന്നതാണ് വലിയ തെറ്റെന്നും പറഞ്ഞവൻ വിഷമിക്കുന്നു. ഇയാൾ പറഞ്ഞത് മൊത്തത്തിൽ വിശ്വസിച്ച രമ്യയാവട്ടെ തൻ്റെ പാസ്റ്റ് ലവിനെ പറ്റി ബാലയോട് നേരം കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഷോക്കാകുന്ന ബാല പക്ഷേ അവളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സീനിൽ ടെറസിൽ തുണി വിരിച്ചതെടുക്കാൻ പോകുന്ന രമ്യ അടുത്ത വീട്ടിലെ ദീപ പതുങ്ങി നിന്ന് ആരെയോ ഫോൺ വിളിക്കുന്നത് കണ്ടപ്പോൾ അവളെ നേരെ ചെന്ന് ഉപദേശിക്കുന്നു. എന്നാൽ അതൊന്നും അവൾക്ക് ഇഷ്ടമാകുന്നില്ല. അടുത്ത ദിവസം വീട്ടുജോലിക്ക് വരുന്ന പെൺകുട്ടിയാവട്ടെ രമ്യയുടെ അടുത്ത് വന്ന് മനസ്സ് വിട്ട് പൊട്ടിക്കരയുവാണ്. കാര്യം തിരക്കിയപ്പോഴോ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലെ ത്യാഗരാജൻ അങ്കിൾ അവളെ സെക്ഷലായിട്ട് സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറയുവാണ്. അതേസമയം വീട്ടിൽ കാണിക്കുമ്പോൾ ബാലയുടെ ക്യാരക്ടറിൽ വല്ലാത്ത മാറ്റം കാണുന്നുണ്ട്. ഒരു സൈക്കോയെ പോലെ അവൻ പെരുമാറാൻ തുടങ്ങുവാണ്. ടി വിയിൽ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് രമ്യ കൂടെ പാടുമ്പോൾ ചാനൽ മാറ്റി അയാൾ അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഒരു കുഞ്ഞുണ്ടാകുന്നവരെങ്കിലും ഒരു ജോലിക്ക് പൊക്കോട്ടെ, വീട്ടിലിരുന്ന് ബോറടിക്കാന്ന് പറഞ്ഞാൽ അയാൾ പറ്റില്ല എന്ന് തീർത്തു പറയുന്നു. പിറ്റേ ദിവസം കാണിക്കുമ്പോൾ റോഡിൽ വെച്ച് ത്യാഗരാജൻ അങ്കിളിനെ ഹീറോയിൻ കാണുവാണ്. നമ്മുടെ വേലക്കാരിയെ 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ എന്ന് ത്യാഗരാജൻ അവളോട് തിരക്കുവാണ്. അന്നേരം ഹീറോയിൻ ആവട്ടെ എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും ഇനി ഇത് ആവർത്തിച്ചാൽ ആൻറ്റിയോട് പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ് വോൺ ചെയ്യുന്നു. അടുത്ത ദിവസം കാണിക്കുമ്പോൾ അയൽക്കാരി പെൺകുട്ടി ദീപയുടെ കാമുകൻ അവളെ കാണാനായിട്ട് ഫ്ലാറ്റിലോട്ട് വന്നിരിക്കുവാണ്. അന്നേരം ആവട്ടെ ദീപ അവനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. രമ്യയ്ക്ക് അവരുടെ റിലേഷനെ പറ്റി അറിയാമെന്നും അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പേടിയാന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നാവട്ടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ കല്യാണി ആൻറ്റി കതക് തുറന്ന് പുറത്തു വരുന്നു. ആരാന്ന് ചോദിക്കുമ്പോൾ അടുത്ത ഫ്ലാറ്റിലെ രമ്യയുടെ ഫ്രണ്ടാണെന്നും അവളെ കാണാൻ വന്നതാണെന്നും അയാൾ കള്ളം പറയുവാണ്. എന്നാൽ ആ സമയം വാസ്തവത്തിൽ രമ്യ ബാലയുമൊത്ത് ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവൾ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അത് ഡോക്ടർ പറഞ്ഞത് കേട്ട് ബാല തൻ്റെ വിരലിൽ ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുവാണ്. അതേസമയം മറ്റൊരിടത്ത് പൊതുവെ രമ്യയെ ഇഷ്ടമല്ലാത്ത കല്യാണി ആൻറ്റി ഫ്ലാറ്റിലുള്ള എല്ലാവരോടും രമ്യയെപ്പറ്റി മോശം വാർത്തകൾ പറഞ്ഞു പരത്തുവാണ്. അതേസമയം വേലക്കാരി വിഷയത്തിൽ രമ്യയെ ഇഷ്ടമല്ലാത്ത ത്യാഗരാജൻ അങ്കിളാവട്ടെ ബാലയെ നേരിട്ട് കണ്ട് രമ്യയെപ്പറ്റി മോശമായി പറയുന്നു. ഇതും കൂടെ കേട്ടതോടെ കലിപ്പായ ബാല ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയെ കണ്ടു തിരക്കുവാണ്. എന്നാൽ അയാളാവട്ടെ ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് സ്ഥിരമായ ഒരാൾ വരാറുണ്ടെന്ന് പറയുന്നു. വീട്ടിലെത്തിയ ബാല വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് രമ്യയോട് പെരുമാറുന്നത്. പഴയ ലവറിൻ്റെ പേരൊക്കെ പറഞ്ഞ് അവളെ ടോർച്ചർ ചെയ്യുന്നു. എന്നിട്ട് അവളെയും വലിച്ചിഴച്ച് അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുവാണ്. നേരെ പോകുന്നതോ കല്യാണി ആൻറ്റിയുടെ അടുത്തേക്കും. അവരാവട്ടെ രമ്യയെ കാണാൻ ഒരാൾ ഇടയ്ക്കിടെ വരാറുണ്ടെന്ന് മുഖത്ത് നോക്കി കള്ളം പറയുവാണ്. വീട്ടിലെത്തിയപ്പോൾ ബാല ത്യാഗരാജൻ അങ്കിളിനെ ഫോണിൽ വിളിച്ച് സ്പീക്കറിലിടുന്നു. അയാളാവട്ടെ രമ്യ മോശപ്പെട്ട സ്ത്രീയാണെന്ന് ഉറപ്പിച്ചു പറയുവാണ്. ഇതെല്ലാം കേട്ട് രമ്യ ആകെ തളർന്നു പോകുവാണ്. അടുത്തിടെ ബാല ബിസിനസ് ആവശ്യത്തിനായി ബോംബെക്ക് പോകുന്നു. എന്നാൽ അവിടെ കാര്യപ്പെട്ട മീറ്റിംഗ് നടക്കുമ്പോഴും ബാലയുടെ മനസ്സ് മുഴുവൻ രമ്യയോടുള്ള ദേഷ്യമായിരുന്നു. വീട്ടിൽ കാണിക്കുമ്പോൾ രമ്യ വിഷമത്തോടെ ഒരു സൂയിസൈഡൽ നോട്ട് എഴുതി മരിക്കാൻ തീരുമാനിക്കുവാണ്.
എന്നാൽ കറക്റ്റ് സമയത്ത് അവിടേക്ക് ബാല എത്തുന്നു. അവൻ ആദ്യം കാണുന്നത് ആ ലെറ്ററാണ്. അതെടുത്തു നോക്കുമ്പോൾ കരഞ്ഞു തളർന്ന് ബെഡിൽ കിടന്നിറങ്ങുന്ന രമ്യയെയും കാണുന്നു. അവിടെത്തിയ ബാലയോട് അവൾ ഒരു തെറ്റും ചെയ്തില്ലെന്നും പറഞ്ഞ് കരയുവാണ്. ഞാനും നിന്നെ മനസ്സിലാക്കിയില്ല എന്നും പറഞ്ഞ് ആ മൊമെന്റിൽ ഇരുവരും ഒന്നാകുന്നു. ഫ്രഷായി ജസ്റ്റ് 1 കപ്പ് ഓഫ് കോഫി എന്ന അവരുടെ സ്ഥിരം ലവ് ഡയലോഗ് അവൻ പറയുവാണ്. അത് കേട്ടപാടെ കോഫി ഉണ്ടാക്കാനായി അവൾ പോകുന്നു. അങ്ങനെ കോഫി കുടിച്ചോണ്ടിരിക്കുന്ന നേരം പെട്ടെന്ന് അയാൾ ഒരു സൈക്കോയെ പോലെ സംസാരിക്കാൻ തുടങ്ങുന്നു. ബോംബെയിൽ പോയ സമയത്ത് അവിടെ തൻ്റെ അതേ വാച്ച് ഇട്ട ഒരുത്തനെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാച്ചിന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവനവിടെ വലിച്ചെറിയുവാണ്. ഒരുത്തൻ യൂസ് ചെയ്യുന്ന വാച്ച് പോലത്തെ വാച്ച് തന്നെ ഇടാൻ ഇഷ്ടമില്ലാത്ത എനിക്ക് മറ്റൊരുത്തൻ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ നിന്നെ എങ്ങനെ ഇഷ്ടമാവാനാണെന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് തന്നെ രമ്യ മയങ്ങി വീഴുവാണ്. കാരണം ആ കോഫിയിൽ അവൻ സ്ലീപ്പിംഗ് പിൽസ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിഷമത്തോടെ അവസാനം വാസു എന്ന പേരും പറഞ്ഞുകൊണ്ടാണ് അവൾ വീഴുന്നത്. അടുത്ത നിമിഷം തന്നെ അവളെ വലിച്ചഴിച്ച് ബാത്ത് ടബിൽ കിടത്തുന്നു. അവൾ എഴുതിയ ലെറ്ററും അവിടെ തന്നെ ഇടുവാണ്. എന്നിട്ട് വെള്ളം തുറന്നു വിട്ട് അവളെ അയാൾ മരിക്കാനായിട്ട് വിടുവാണ്. താൻ വന്നുപോയതിൻ്റെ അവശേഷിപ്പുകളൊക്കെ തന്നെ തെളിവായി മാറാതിരിക്കാൻ നശിപ്പിച്ചുകൊണ്ടാണ് ബാല അവിടുന്ന് പോകുന്നത്. പ്രസന്റിൽ ദിവ്യയുടെ കൈപിടിച്ച് എല്ലാ സത്യങ്ങളും വാസു അറിഞ്ഞ നിമിഷം ദിവ്യ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീഴുവാണ്. അടുത്ത ദിവസം തന്നെ ആ ദേഷ്യത്തോടെ വാസു ബാലയെ കാണാനായിട്ട് പോകുന്നു. അടിച്ചു നിരപ്പാക്കണമെന്നുണ്ടെങ്കിലും അന്നേരം അവൻ കുറച്ച് കാമായിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങുവാണ്. മരിക്കാനാണെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാൻ 1 കപ്പ് വെള്ളം പോരെ, എന്തിനാ ഇവിടെ ജസ്റ്റ് 1 കപ്പ് ഓഫ് കോഫി എന്ന് പറഞ്ഞതും ബാലയുടെ കൈ വിറയ്ക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമായിരുന്നെങ്കിൽ അവന്റെ പേര് വാസുദേവൻ എന്ന് വെക്കുമായിരിക്കും അല്ലേ എന്ന് ഹീറോ ചോദിച്ചത് കേട്ട് ബാല വീണ്ടും ഞെട്ടുവാണ്. ഇൻഡയറക്റ്റായി താനാണ് അവളുടെ എക്സ് ലവർ എന്നും പറഞ്ഞ് തെളിവോടെ നിന്നെ പൊക്കുമെന്ന വാണിംഗും കൊടുത്താണ് ഹീറോ അവിടുന്ന് പോകുന്നത്. അടുത്ത സീനിൽ ഹീറോ നേരെ പോയത് രമ്യയുടെ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ദീപയെ കണ്ട് സംസാരിക്കാനാണ്. നീ കാരണം നിന്റെ പഴി ഏറ്റെടുത്ത് മരിച്ച രമ്യയ്ക്ക് വേണ്ടി ചെയ്ത തെറ്റ് ഏറ്റു പറയാനായിട്ട് ഹീറോ ആവശ്യപ്പെടുന്നു. എന്നാൽ നാണക്കേട് ഭയന്ന് അവൾ അതിന് സമ്മതിക്കാതെ മുറിയിലേക്ക് പോകുവാണ്. അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് കണ്ണാടിയിൽ നോക്കി ഹെയർ ഡ്രൈ ചെയ്യുന്ന നേരം പെട്ടെന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ അവളുടെ രൂപം അത് തലതിരിഞ്ഞു നിൽക്കുവാണ്. പേടിച്ചവിടെ വീണുപോയ അവൾ മെല്ലെ തിരിഞ്ഞാൽ വീണ്ടും മിററിൽ അവളുടെ റിഫ്ലക്ഷൻ അവളെ തന്നെ നോക്കുന്നു. പേടിയോടെ അവൾ നിൽക്കുന്ന നേരം അവിടെ ഇരുന്ന അക്വേറിയത്തിൽ നിന്നും വെള്ളം പുറത്ത് ചീറ്റാനായി തുടങ്ങുവാണ്. ഓടിപ്പോയി കതക് തുറക്കാൻ നോക്കുമ്പോഴോ അത് ലോക്കാണ്. ഉറക്കെ അലറി കരയാൻ നോക്കിയാൽ ശബ്ദം പുറത്തു വരുന്നതേയില്ല. അവിടെ തളർന്നിരുന്ന് അവസാനം നോക്കുമ്പോൾ സീലിങ്ങിൽ നിന്നും മുഖത്തേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴാൻ തുടങ്ങുന്നു. നോക്കുമ്പോഴോ ആ വെള്ളത്തുള്ളികൾ ചേർന്ന് രമ്യയുടെ മുഖം അവിടെ തെളിയുവാണ്. പിന്നീട് അവളുടെ അലർച്ച കേട്ടാണ് ഹീറോ അവിടേക്ക് ഓടിയെത്തുന്നത്. അവളെ ഹോസ്പിറ്റലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അവൾ വെള്ളം കാണുമ്പോൾ ഒരു ഭ്രാന്തത്തിയെ പോലെ പെരുമാറുന്നു. സത്യത്തിൽ രമ്യ അവൾക്ക് കൊടുത്ത ശിക്ഷയും അതായിരുന്നു. അടുത്ത സീനിൽ ബാല വിക്കിയെ കണ്ട് രമ്യയെ കൊന്നത് താനാണെന്ന് പറയുവാണ്. അത് കേട്ട് വിക്കി ആവട്ടെ ഹെൽപ്പ് ചെയ്യാനെന്നും പറയുന്നു. അപ്പോഴാണ് ദിവ്യയെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഹീറോ കാറിൽ പോകുന്നത് അവർ കാണുന്നത്. ഇനി രമ്യയുടെ അനിയത്തി ദിവ്യയെ നീ കല്യാണം കഴിക്കുന്നതാണ് നാളെ ഒരു പ്രോബ്ലംസും ഉണ്ടാകാതെ സേഫ് ആയിരിക്കാൻ നല്ലതെന്ന് ബാലയോട് വിക്കി പറയുന്നു. അങ്ങനെ ബാലയെ ഡ്രോപ്പ് ചെയ്ത് വിക്കി തിരിച്ച് കാറിൽ പോകുന്ന നേരം പെട്ടെന്ന് കാറിനകത്ത് ഗ്ലാസ്സിൽ തണുപ്പ് കൂടി ആകെ പുക പോലെ നിറയുവാണ്. ഒന്നും തന്നെ കാണുന്നില്ല. പെട്ടെന്ന് ഒരു കൈപ്പത്തി വന്ന് ആ ഗ്ലാസിന് മുകളിൽ പതിഞ്ഞതും പേടിച്ചു പോയ വിക്കി വണ്ടിയുടെ കൺട്രോൾ പോയി ആ പാലത്തിൽ നിന്നും വെള്ളത്തിൽ വീണ് ആക്സിഡന്റ് ആകുവാണ്. എന്നാൽ കക്ഷി അന്നേരം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വീട്ടിലെത്തി വളരെ പേടിയോടെ ഭാര്യയുടെ കൂടെ റൂമിൽ അങ്ങനെ ഇരിക്കുവാണ്. അടുത്ത ദിവസം പോലീസ് മേധാവി വാസുവിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. കാരണം വാസുവാണ് രമ്യയുടെ എക്സ് ലവർ എന്നും അയാൾ തന്നെ ടോർച്ചർ ചെയ്യുവാണെന്നും പറഞ്ഞ് ബാല അവനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം മറ്റൊരിടത്ത് വിക്കി ബാലയെ മീറ്റ് ചെയ്യുവാണ്. അവരെങ്ങനെ കള്ളൊടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ചുറ്റുള്ളവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുവാണ്, എങ്ങനെയായാലും അവൾ നിന്നെയും കൊല്ലുമെന്ന് വിക്കി ബാലയോട് പറയുവാണ്. ഇനിയിപ്പോൾ അതും നടന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോലീസിൽ പറഞ്ഞാലോ എന്ന് വിക്കി പറയുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്നൊരു ബോട്ടിലെടുത്ത് വിക്കിയുടെ തലക്കടിച്ച് ബാല കൊല്ലുവാണ്. അതേസമയം ബാല നൽകിയ കംപ്ലൈന്റ് കാരണം ഹീറോയെ കേസിൽ നിന്നും മാറ്റുന്നു. ഇത് കേട്ട് ഏറെ അപ്സെറ്റായി പോയ ഹീറോ ആവട്ടെ പോലീസ് അല്ലാതെ വാസുവായി നിന്ന് തന്നെ ഈ കേസ് സോൾവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുവാണ്. അന്നേരം ബാലയെ കാണിക്കുമ്പോൾ അവൻ നേരെ ചെല്ലുന്നത് ദിവ്യയുടെ അടുത്തേക്കാണ്. അവളെ കിഡ്നാപ്പ് ചെയ്ത് അവിടേക്ക് തന്നെ ഹീറോയോട് വരാനായിട്ട് പറയുന്നു.
അവിടെ എത്തിയ ഹീറോയെയും കെട്ടിയിട്ട് അവന്റെ മുന്നിൽ വെച്ച് ദിവ്യയെ കിസ് ചെയ്യാനായിട്ട് നോക്കുവാണ്. ചേച്ചിക്കും അനിയത്തിക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ ഹീറോയ്ക്ക് എന്താ പ്രത്യേകത എന്നൊക്കെ ബാല ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദിവ്യയെ കിസ് ചെയ്യുകയാണെങ്കിൽ അവൻ യൂസ് ചെയ്ത് ഉപേക്ഷിച്ച ഒന്നിനെ ആയിരിക്കുമല്ലോ ഹീറോയ്ക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ വിചാരിച്ചാണ് ബാല ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. തൻ്റെ അനിയത്തിയെ വെറുതെ വിടാൻ പറയുമ്പോഴും അയാളത് സമ്മതിക്കുന്നില്ല. അന്നേരം ദേഷ്യം വന്ന ഹീറോ ആവട്ടെ രമ്യ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറയുന്നു. അത് കേട്ട ദേഷ്യത്തിൽ എവിടെയാ നീ ഈ പറയുന്ന രമ്യ എന്നും പറഞ്ഞ് അവിടെയുള്ള എല്ലാം തന്നെ ബാല തട്ടിത്തെറിപ്പിക്കുവാണ്. എന്നാൽ അവിടെ അറിയാതെ മറിഞ്ഞു വീണൊരു കുപ്പിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. അതായത് രമ്യ എവിടേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ. ബാല നേരെ ചെന്ന് ദിവ്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഹീറോയുടെ ദേഹത്തേക്ക് രമ്യയുടെ ആത്മാവ് കയറുകയാണ്. അതേസമയം തന്നെ എവിടെ നിന്നോ ശക്തി ആർജിച്ച പോലെ ഹീറോ ബാലയെ തട്ടിത്തെറിപ്പിക്കുന്നു. അന്നേരം കയ്യിൽ കിട്ടിയ കമ്പിയെടുത്ത് ബാല ഹീറോയെ കുത്തുന്നുണ്ട്. എന്നാൽ അന്നേരമാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് രമ്യയുടെ ആത്മാവാണ് എന്നവൻ തിരിച്ചറിയുന്നത്. വയറ്റിൽ തുളച്ചു കയറിയ കമ്പി വലിച്ചൂരി അതുകൊണ്ട് തന്നെ ഹീറോയുടെ ദേഹത്തെ ആത്മാവ് ബാലയെ അടിച്ചു തെറിപ്പിക്കുവാണ്. പണ്ട് ബാല എങ്ങനെയാണോ രമ്യയെ വലിച്ചഴിച്ചു കൊണ്ടുപോയത് അതുപോലെ തന്നെ ഹീറോയുടെ ഉള്ളിൽ ആത്മാവും ബാലയെ അങ്ങനെ തന്നെ ചെയ്യുവാണ്. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ബാല മീഡിയയ്ക്ക് മുൻപിൽ ചെന്ന് താൻ ചെയ്ത എല്ലാ തെറ്റുകളും ഒന്നൊന്നായി ഏറ്റുപറയുവാണ്. കാരണം അയാൾക്കുള്ളിൽ അന്നേരം ഉണ്ടായിരുന്നത് രമ്യയുടെ ആത്മാവായിരുന്നു. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് അവിടെ ഇരുന്നൊരു ഗ്ലാസ് വെള്ളവും കുടിച്ച് ബാല പോലീസിനെ കീഴടങ്ങുന്നു. എന്നാൽ പുറത്തിറങ്ങിയ പാടെ രമ്യയുടെ ആത്മാവ് പോയി ബാല നോർമലാകുന്നു. ഞാനാരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ പോലീസുകാരോടും മീഡിയക്കാരോടൊക്കെ തർക്കിക്കുന്നുണ്ട്. പക്ഷേ ഇനി തർക്കിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം തെളിവ് സഹിതം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ വന്ന ഒരു കുഞ്ഞു പെൺകുട്ടി വാസുവിനെ നെറ്റിയിൽ ഉമ്മ വെച്ച് താങ്ക്സ് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. താൻ ഒരിക്കൽ പ്രേമിച്ച രമ്യയുടെ ആത്മാവാണ് തന്നോട് യാത്ര പറഞ്ഞു പോകുന്നതെന്ന് വാസുവും അന്നേരം തിരിച്ചറിയുന്നു. അതേസമയം പോലീസ് ജീപ്പിൽ ബാലയെ കയറ്റിക്കൊണ്ട് പോകുവാണ്. അതേസമയം തന്നെ ജീപ്പിൽ നിന്ന് പെട്രോൾ ലീക്കാകാൻ തുടങ്ങുവാണ്. സോ ഒന്നും തന്നെ അവിടെ എൻഡ് ആകുന്നില്ല എന്നും ബാല ചെയ്ത എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ മറ്റേതോ രീതിയിൽ രമ്യ കൊടുക്കാനായി കരുതി വെച്ചിട്ടുണ്ടെന്നും കാണിച്ച് ആ മൂവി അവിടെ അവസാനിക്കുവാണ്.